അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഫ്താറും സക്കാത്തും എല്ലാം കഴിഞ്ഞ് ആയിഷമ്മ ഷമ്മാസിനെ വിളിച്ചു. മോനെ, നമുക്ക് പോയി നോക്കാം. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്താണ് യഥാർത്ഥം? ഒരു പക്ഷേ അവർ സത്താർ അവരെ കൊണ്ടുപോയോ, അതോ അവർ സത്താർ വിളിച്ചപ്പോൾ പോയോ? ഒന്നും എനിക്കറിയുന്നില്ല. ഞാൻ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്നാൽ തന്നെ ഒരു പക്ഷെ അവരെന്ത് വിചാരിക്കും ഇനി എനിക്കറിയുന്നില്ല. പക്ഷേ സത്താറും ഉപ്പയും ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം ഒന്നും നമ്മുടെ ഷമ്മാസ് അറിയുന്നേയില്ല. എന്നാൽ ആ ദിവസത്തെ നോമ്പു തുറക്ക് വേണ്ടിയിട്ടും ഒരാൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഹഫ്സയും മക്കളും സത്താറിൻ്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടു കൂടി നോമ്പു തുറന്നു. എന്നാലും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു നല്ല പ്രവൃത്തിയിൽ അതാ സത്താറിൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമാണ്. അവർ ആ ലൈലത്തുൽ ഖദർ രാവിൻ്റെ ദിനത്തിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണമേ അല്ലാ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ് അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കല്ലാ. കാരണം അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. എന്തൊക്കെ തന്നെയാലും എൻ്റെ പൊന്നുമക്കളുടെ പിതാവല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ടാവുമല്ലോ. എന്തായാലും റബ്ബേ, എൻ്റെ ഭർത്താവനല്ലേ, എൻ്റെ മക്കൾ ഉപ്പയല്ലേ. അതെ, അവൾ ആ രാത്രി ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ഹഫ്സയും തന്നെ തൻ്റെ ഭർത്താവിനെ കാണാനില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ച്. എന്നാൽ നേരത്തെ സത്താർ വിളിച്ചു പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. അത് അവർ രണ്ടുപേരും ഒരിടത്തേക്ക് പോയതാണ്. അവിടെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ സത്താർ തൽക്കാലം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിരുന്നു. എന്നാൽ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്താ മോനെ, ഉമ്മ, നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? നമ്മൾ എന്ത് കരുതിയിട്ട് അങ്ങോട്ട് പോകുന്നത്? അല്ല മോനെ, ആ വീട്ടിൽ അവരില്ലല്ലോ, അവർക്ക് കൊടുക്കാനുള്ള സക്കാത്തും സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ. അതങ്ങ് ഏൽപ്പിച്ചിട്ട് പോരെങ്കിലും മോനെ ഒന്ന് പോയി നോക്കാം. മനുഷ്യന്മാരെ കാര്യല്ലേ, മൻ്റെ കുട്ടി എന്താ ഇങ്ങനെ? എന്നാൽ ഷമ്മാസിന് ദേഷ്യം മറ്റൊന്നുമല്ലായിരുന്നു. കാരണം നവാസ്കയുടെ ഭാര്യ സൗദയെ അതെ അവന് കല്യാണം കഴിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ ഒരുമിച്ച് പോകുന്നത് കാണാം, ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കാണാം. ഇതൊക്കെ നവാസ് കാണുമ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും. അപ്പോൾ അത്രക്കും നീചപ്രവൃത്തികൾ ചെയ്യുന്ന ആ ഒരു സത്താറിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ശരിയാണോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്താ എൻ്റെ മോനെ ചിന്തിക്കുന്നത്? വണ്ടി എടുക്കുക കുട്ടിയെ. ഉമ്മ, നമുക്ക് പിന്നെ പോയാൽ പോരെ? മോനെ, നമുക്കൊന്നും അറിയാലോ. എന്തൊക്കെ തന്നെയാലും അല്ലുമ്മ പറയാൻ പറ്റൂല. അവർ സത്യം പറഞ്ഞതാണ്, കളവ് പറയാൻ എന്തൊന്നും പറയാൻ പറ്റുന്നില്ല. അവർ തന്നാൽ ആ കുഞ്ഞിക്കതിയാത്ത അത് അത്രക്കും അങ്ങനത്തെ സാധനമാണ്. ഉമ്മ, നമുക്ക് പള്ളിയിൽ ഒന്ന് പോയിട്ട് ഒരു അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കല്ലേ ആദ്യം നല്ലത്. അങ്ങനെ ചെയ്തിട്ട് പോരെ വീട്ടിലേക്ക് പോക്ക്? എന്തുമ്മാൻ്റെ അഭിപ്രായം? മോനെ, ഞാൻ ഇനിയിപ്പോൾ എന്താ ഇതിന് പറയാൻ എനിക്കറിയുന്നില്ല. മോൻക്ക് ചെല്ലാൻ മടിയാണോ? അല്ലുമ്മ, നമ്മൾ അങ്ങനെ ചെല്ലുന്നത് ശരിയല്ല. ഒരു വീട്ടിലേക്ക് എന്തെന്ന് കരുതിയിട്ട് അങ്ങനെ ചെല്ലുക? അങ്ങനെ ചെല്ലാൻ പാടില്ലല്ലോ ഒരു ഉറപ്പില്ലാതെ. എന്തായാലും പള്ളിയിൽ ഉസ്താദിനോട് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് നോക്കാം. കാരണം അദ്ദേഹം ഒന്നും പള്ളിയിലേക്ക് എത്തിയിട്ടില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തെങ്കിലും കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ വിളിക്കാനോ അതും പറ്റിയില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. എന്നാൽ ഐഷമ്മ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, പഠിച്ചോനെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ റഹ്മാനെ, അവരെ ഒന്ന് രക്ഷിക്ക് റഹ്മാനെ. ഇനി കോയമ്പത്തൂർക്ക് അങ്ങനെ പോയോ അതും പറയാൻ പറ്റില്ല. ഉമ്മ, അതാണ് ഞാൻ പറയുന്നത്. ഒരു ഇതുമില്ലാതെ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു പക്ഷേ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു പോയോ മക്കളെയും കൊണ്ട്? ആരും കാണാനല്ലോ, മക്കളെയും കാണാനല്ല, മൂപ്പരെയും കാണാനല്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? ആരും കണ്ടോരുമില്ല. പിന്നെ കുഞ്ഞിക്കതിയാത്താൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അതത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവരെന്തൊക്കെയൊക്കെ സത്താറ് കാട്ടിക്കൂട്ടി അങ്ങനെയൊക്കെയല്ലേ പറയണത്. എന്തായാലും അല്ലാഹു അഅലം. എന്തായാലും ഇന്ന് പള്ളിയിലൊന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് തിരച്ചിൽ ആരംഭിക്കാം, അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാം. അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ അമ്മ. അത് കേട്ടപ്പോൾ ഐഷുമ്മക്കും തോന്നി, എന്നാൽ പിന്നെ അതായിരിക്കില്ലേ മോനെ നല്ലത്. അങ്ങനെ അതാ അന്ന് ഷമ്മാസ് പള്ളിയിലേക്ക് എത്തുന്നു. ഉസ്താദിനോട് കാര്യം പറയുന്നു. ഉസ്താദേ, പിന്നെ എൻ്റെ മൂത്തച്ഛി സൗദിയുടെ, അതായത് ആ ഹഫ്സയുടെ ഭർത്താവ് അബൂബക്കർ എന്ന പേരിൽ നമ്മൾ കണ്ടുപിടിച്ചില്ല. അദ്ദേഹത്തെ കാണാനല്ലാതെ അദ്ദേഹം അവിടെ വീട്ടിലും ഇല്ല, ഭാര്യയും മക്കളും ഇല്ല. അതുപോലെ തന്നെ എന്താ പറയുക,
ചുരുക്കി പറഞ്ഞാൽ അവരെല്ലാവരും നാട് വിട്ടു പോയോ എന്തോ അറിയുന്നില്ല കാണുന്നില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാഫി ഉസ്താദിനെ വിളിച്ചു നോക്കിയാൽ മതിയല്ലോ, അദ്ദേഹം ഒന്ന് പോയി നോക്കിക്കോളും. എന്തപ്പോൾ അതിന്? ആ നിമിഷം തന്നെ വാഫി ഉസ്താദിനെ അതാ നമ്മുടെ ഫൈസി ഉസ്താദ് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെ ഹബീബി വിശേഷം? അൽഹംദുലില്ലാ. അത് പിന്നെ എൻ്റെ വാഫി ഉസ്താദ് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്തേ? അതെ, മറ്റൊന്നുമല്ല, നമ്മൾ അബൂബക്കർക്ക് ഉണ്ടല്ലോ, അബുക്ക എന്നറിയപ്പെടുന്ന മൂപ്പരും ഫാമിലി അങ്ങ് കോയമ്പത്തൂരിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടോ? ചെറിയൊരു സംശയമാണ് കേട്ടോ. അതെന്ത് ഇത്ര പെട്ടെന്ന് പോകുന്നത്? അതും പറയാതെ പോര്. അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ അവർ. നല്ല മനുഷ്യരാണ്, നല്ല ദീനിയായ കുടുംബമാണ്. അവരൊരിക്കലും നന്ദികേട് കാണിക്കൂല. നിങ്ങൾ അത്രയൊക്കെ തന്നെ സഹായിച്ച സ്ഥിതിക്ക് ഒരിക്കലും അവർ നന്ദികേട് കാണിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ഞാൻ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ആ നിമിഷം തന്നെ വാഫി ഉസ്താദ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ ഒരു കോയമ്പത്തൂരിൻ്റെ തെരുവുകളിലെത്തിയപ്പോൾ ആ ഒരു കൊച്ചു വീട് അതവിടെ പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നു. പുറത്തേക്ക് ആമത്താവ് വെച്ച് പൂട്ടിയിട്ട നിലയിൽ. ഇവിടെ ആരുമില്ല. എങ്കിലും വീടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നമ്മുടെ വാഫി ഉസ്താദ് ഒന്നും നടന്നു നോക്കിയില്ല. ഇവിടെയൊക്കെ ഇലകളും എല്ലാം വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾതാമസമില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ നമ്മുടെ ഫൈസി ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഇല്ല ഹബീബി, ഇവിടെ ആരുമില്ല. ഇവിടെ എന്താ പറയുക, അവർ പൂട്ടിയിട്ടിട്ടുണ്ട് വീട്. അതുപോലെ തന്നെ പുറത്തെ ഇലകളും ഒക്കെ ഉണ്ട്. ആൾതാമസമുള്ള വീടാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാലോ. ഇവിടെ ആൾതാമസമൊന്നുമില്ല, കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ ശരി, ഓക്കെ. അല്ല, എന്താ സംഭവിച്ചത്? അവരെവിടെ? വാഫി ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫൈസി ഉസ്താദ് പറഞ്ഞു, അല്ല അറിയില്ല. ഇനിയിപ്പോൾ അവർ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ ടെൻഷനായില്ല. എന്നാൽ ശരി ഉസ്താദ്, വളരെ നന്ദിയുണ്ട്. അങ്ങനെ അവർ ആ കാര്യം ഫൈസി ഉസ്താദ് നമ്മുടെ ഷമ്മാസിനോട് പറഞ്ഞു. ഇല്ല, അവരവിടെ എത്തിയിട്ടില്ല. ശരിക്കും ഷമ്മാസിന് നല്ല സംശയം തോന്നി. പഠിച്ചവൻ ഇനി എന്ത് ചെയ്യും? എന്നാൽ ഓടിക്കിതച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. ശരിക്കും അദ്ദേഹം ആകെ വേർത്തിട്ടുണ്ട്. ഉസ്താദേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ ഷമ്മാസ് ഫോൺ ചെയ്തുകൊണ്ട് ഉമ്മാക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിരുന്നു. നേരെ ഉസ്താദെ എന്ന് വിളിച്ചുകൊണ്ട് സത്താർ ഓടിക്കിതച്ചെത്തുന്ന രംഗം. ഇവനെ പള്ളിയിലൊന്നും കാണാനുള്ളല്ലോ, ഇതിപ്പോൾ ആരാന്നുള്ള നിലക്ക് ഒരു നിമിഷം ഉസ്താദ് അവനെ നോക്കി. അത്ര വലിയ പരിചയമില്ല, പക്ഷേ ഷമ്മാസിന് നല്ല പരിചയമുണ്ട്. ഉസ്താദേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതായത് എനിക്ക് ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. എന്ത് കാര്യം? അതായത് അബൂബക്കർ എന്ന പേരുള്ള ആൾ, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തെ ഫാമിലി എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീട്ടുകാരെയൊക്കെ ഒന്നും ശരിക്കും വിവരം അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ള ഉസ്താദിൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ല, അദ്ദേഹം നെഞ്ചുവേദന കൂടിയിട്ട് ആകപ്പാടെ ടെൻഷനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു. എന്നാൽ ഉമ്മാക്ക് ഫോൺ ചെയ്യുകയായിരുന്നു ഷമ്മാസ്. ഉമ്മ ശരി, ഇല്ല അവിടെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ എന്തൊക്കെ തന്നെയായാലും. എന്നാൽ ഉസ്താദിനോട് സംസാരിക്കുന്ന സത്താറിനെയാണ് ഷമ്മാസ് കണ്ടത്. ഒരു നിമിഷം ഷമ്മാസ് ഒന്ന് ഞെട്ടി. ഇവൻ പള്ളിയിലോ? ഇവൻ എന്താ പള്ളിയിലേക്ക് വരാൻ കാരണം? ഇതുവരെ വരാത്ത അവൻ എന്ത് കാരണം കൊണ്ട് പള്ളിയിലേക്ക് എന്തപ്പോൾ വരാൻ? എങ്കിലും പക്ഷെ തെറ്റിദ്ധരിക്കുവാനോ സംശയിക്കുവാനോ ഒന്നും പാടില്ല എന്ന് ഷമ്മാസ് അറിഞ്ഞത് കൊണ്ട് തന്നെ അത് മൗനം പാലിച്ചു. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈസി ഉസ്താദ് അവനോട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഷമ്മാസിനെ ഉസ്താദ് വിളിക്കുന്നു. ഷമ്മാസ് ഇവിടെ വരൂ. ഷമ്മാസ് എത്തി. എന്നാൽ സത്താറിൻ്റെ മുഖത്തേക്ക് നോക്കുവാനേ ഷമ്മാസിന് തോന്നിയില്ല. കാരണം ഒരുപാട് ആളുകളെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ആയതുകൊണ്ട് തന്നെ അവനക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മുഖത്തേക്ക് നോക്കാൻ. എങ്കിലും ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പള്ളിയിൽ നിന്ന് കാണുകയല്ലേ. എന്നാൽ സത്താർ ആ നിമിഷം തന്നെ ഷമ്മാസിനെ പിടിച്ച് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, ഇവൻ ആളാകെ മാറിപ്പോയോ? അതും പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വേഷത്തിൽ. വേഷം അല്പം എങ്കിലും വലൈക്കും അസ്സലാം. അവൻ അപ്പോൾ തന്നെ സലാം അടക്കി. അതെ, നിങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരി. അതായത് നിങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആൾ ഹോസ്പിറ്റലിലുണ്ട്. ആര്? അത് അബൂബക്കർക്ക. ശരിക്കും
ഷമ്മാസ് ഞെട്ടിപ്പോയി. എവിടെ? എന്തു പറ്റി അയാൾക്ക്? അദ്ദേഹത്തിന് ചെറിയൊരു നെഞ്ചുവേദനയ്ക്ക് എത്തിയിട്ട്. എന്നാൽ അപ്പോൾ തന്നെ അതാ ഷമ്മാസും ഉസ്താദും അവിടെ നിന്ന് പോകുന്നു സത്താറിൻ്റെ കൂടെ. എന്നാൽ ICUവിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. എന്നാൽ ഇവരെ വിളിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പറഞ്ഞാൽ ഷമ്മാസൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, എന്തു പറ്റി? ഇത് നിങ്ങളെന്താ നോക്കാഞ്ഞത്? ഇവർ ഒരുപാട് നെഞ്ചുവേദനയൊക്കെ അനുഭവിച്ച് കിടന്നതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിച്ചത്. എന്തൊക്കെ തന്നെയാണ് ജീവൻ നിലനിർത്തി പോകുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. 80%, 85% പോലും ഉറപ്പില്ല. ആകെ 10-15% മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, ആ ഹഫ്സയും മക്കളും അവരുടെ പിതാവ് അവരാണ് ഈ രൂപത്തിൽ ഇവിടെ കിടക്കുന്നത്. എന്നാൽ അതിനിടയിൽ ആ പിതാവ് പതുക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾ എന്നുള്ളത്. ആ ഒരു വാക്ക് അറിയാത്ത രീതിയിൽ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറഞ്ഞു ഇടയ്ക്കിടെ മക്കളെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മക്കളെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താലെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഖേദമാവില്ലല്ലോ ഷമ്മാസിന്. അത് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നി. ഷമ്മാസ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ സത്താർ പറഞ്ഞു, ഷമ്മാസ്, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പിതാവിനെ കിട്ടിയതെന്നുള്ള ചോദ്യത്തിന് സത്താർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ സത്താറിനെ സംശയാസ്പദമായി ഷമ്മാസ് നോക്കി. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ലേ ചെയ്തത്. എന്നാൽ കുഞ്ഞിക്കതിയാത്ത പറഞ്ഞ കാര്യങ്ങൾ, അതെ, ആ സത്താറുണ്ടല്ലോ, ആ നാറി, അവനാണ്. അവന് എന്താ സാധനമെന്നോ. എന്നാൽ അവരുടെ ആ വാക്കുകളും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ ശരിക്കും ഷമ്മാസ് എന്ത് പറയണമെന്നറിയാത്ത രീതിയിലായി. എങ്കിലും സത്താറിനോട് പറഞ്ഞു, എന്തിനാ സഹോദര നിങ്ങൾ ആ കുടുംബത്തെ? ഇല്ല ഷമ്മാസ്, നിങ്ങൾക്ക് എന്നെ അറിയാഞ്ഞിട്ടാണ്. എന്നാലും എന്തിനാ പാവങ്ങൾ അവർ ജീവിച്ചു പോയിക്കോട്ടെന്ന് വെച്ചുടനെ എന്തിനാ അവർ ഉപദ്രവിച്ചത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇല്ല, ഞാൻ ഒരിക്കലുമല്ല, ഞാനാണ് അവരെ രക്ഷിച്ചത്. ഞാൻ എൻ്റെ വീട്ടിൽ സുരക്ഷിതമായി അവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? അതെ, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി. ഈ പിതാവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാനാണ് അവർ പോകുന്ന വഴി അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ആ കുഞ്ഞിക്കദ്യ എന്ന് പേരുള്ള ആ തള്ളച്ചി വഴിയിൽ വെച്ച് ഞാൻ അവരെ കാണുകയും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തവർ സുരക്ഷിതരാണ്. അപ്പോൾ ഈ ഉപ്പയുടെ അവസ്ഥ ഇതിനേക്കാൾ വളരെയധികം ടെൻഷനിലായിരുന്നു. എന്തൊക്കെ തന്നെ ആ സമയത്ത് എത്തിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആയി. പക്ഷെ ഇപ്പം മക്കളെ കാണുന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഷമ്മാസ് കരഞ്ഞു പോയി. റബ്ബേ, ഹഫ്സ എന്നുള്ള ആ ഒരു യുവതി, അവരുടെ പറക്കുമുറ്റാത്ത 3 മക്കൾ, പാവം, ഇവർ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആ ഒരു കുടുംബം. റബ്ബേ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? വളരെയധികം ദയാപരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമമായ ഘട്ടങ്ങൾ. റബ്ബേ, എന്നാൽ ഷമ്മാസ് ആകെപ്പാ ടെൻഷന്. റബ്ബേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സൗദത്ത അവർക്ക് ടെൻഷനായിരിക്കും. ഒരു പക്ഷേ കുഞ്ഞിക്കരിയാത്താക്കും അനിയത്തിക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലായിരിക്കും, അവരുടെ ഹസീന എന്നുള്ള മോൾക്കും. പക്ഷേ ഇവിടെ സൗദയുടെ പിതാവ്, അവൾ ഓടിയെത്തിയത് പിതാവിൻ്റെ അരികിലേക്കായിരുന്നു. തൻ്റെ പിതാവ് തന്നെ കൈവിടില്ലേ എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു പെൺമക്കളും ബാപ്പയുടെ അരികിലേക്ക് ഓടിച്ചെന്നിരിക്കും. ഭർത്താവിൻ്റെ അടുക്കൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിതാവ് അവരെ 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതാ നമ്മുടെ സൗദിയും അങ്ങോട്ടായിരുന്നു പോയത്. എന്നാൽ സൗദി ഈ ഒരു സ്ഥിതി അറിഞ്ഞാലും ടെൻഷനാവും. റബ്ബേ, ഇനി എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥ കാണിക്കണ്ട. എന്നാൽ ഉമ്മയോട് കാര്യം പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അത് ഉമ്മ വിളിക്കുന്നു. മോനെ, എന്തായിടം മോനെ, കിട്ടിയോ ആളെ? ഉമ്മ, അതെ, ഇവിടെ ഹോസ്പിറ്റലുണ്ട്, മൂപ്പര് നെഞ്ചുവേദന വന്നിട്ട്. മോനെ, എന്ത് പറ്റിയത്? അറിയില്ല, എന്താ ഞാൻ വിശ്വസിക്കുക എനിക്കറിയുന്നില്ല. കാരണം വീട്ടിലെ സിറ്റുവേഷൻസ് കാര്യങ്ങളെ കാണുമ്പോൾ ആരൊക്കെയും ഉപദ്രവിച്ച് ഇറക്കി വിട്ടുപോലെയുണ്ട്. ഒരുത്തർ പറയുന്നു ഇറക്കി വിട്ടതാണ്, ഒരുത്തർ പറയുന്നു പിടിച്ചു കൊണ്ടുപോയതാണ്. എന്തൊക്കെ ആർക്കൊരു അല്ലാഹു അഅലം. എന്തൊക്കെ തന്നെയാലും പോലീസിന് ഒന്ന് ഏൽപ്പിക്കേണ്ടി തന്നെ വരുമായിരിക്കും. അല്ലാതെ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ സത്താറാണോ കുഞ്ഞിക്കതിയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയൂല. അവർ പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും സത്താറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ, പിന്നെ നാളെ കൃത്യം 10 മണിക്ക് മുമ്പായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കണം, മനസ്സിലായല്ലോ? പിന്നെ ഉണ്ടല്ലോ, നിങ്ങളാണ് ഓരോ ആളുകളെ ഉപദ്രവിക്കുന്നതും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതും എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് മുമ്പായിട്ട്
എന്തിനാടോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞൊരു ഫോൺ കോൾ. ശരിക്കും സത്താർ ഞെട്ടിപ്പോയി. റബ്ബേ, ഇല്ലല്ലോ, ഞാനല്ലല്ലോ ചെയ്തത്. എന്നാൽ ഷമ്മാസിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി പറഞ്ഞു, ഷാമോനെ, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അതെ, ഇതുവരെ ഞാൻ പല കള്ളത്തരങ്ങളും ചെയ്ത് പല രീതിയിൽ എൻ്റെ ഭാര്യയൊക്കെ വഞ്ചിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പലതും എൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ കാര്യത്തിന്, മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷമ്മാസ്. എനിക്ക് ആരും സാക്ഷിയില്ലെങ്കിൽ പടച്ച റബ്ബുണ്ട്. ഞാനാണ് ആ മക്കളെ എൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോയത് എൻ്റെ വീട്ടിലേക്ക്. അതുമാത്രമല്ല, തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് കിടക്കുന്ന ദയനീയ അവസ്ഥ കണ്ടിട്ട് ഞാനാണ് അദ്ദേഹത്തെ വലിച്ചു പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ആ ഓട്ടോയിലിട്ട് കൊണ്ടുപോയത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷമ്മാസ്. ശരിക്കും സത്താർ കരയുന്നുണ്ടായിരുന്നു. കാരണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോഴേക്കും അതാ കുഞ്ഞിക്കതിയെയും മകളും അവിടെ കേസ് കൊടുത്തിരിക്കുന്നു. അതെ, തലേ ദിവസം അവരെത്തിയിരിക്കുന്നു അങ്ങോട്ട്. എൻ്റെ മകളെ അവൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നതിൻ്റെ പേരിലും അവൻ മറ്റു പെണ്ണുങ്ങളെ എല്ലാം ഉപദ്രവിക്കുവാൻ വേണ്ടി പോകുന്നു. പല സ്ത്രീകളുടെയും അടുക്കൽ അവൻ എത്തുന്നു. ഞങ്ങളെ വഞ്ചിച്ചു എന്നതിൻ്റെ പേരിലും, അങ്ങനെ പല പേരിലും അതാ കുഞ്ഞിക്കതിയും ഹസീനയും കൂടെ കേസ് കൊടുത്തിരിക്കുന്നു. ശരിക്കും ഒരിക്കൽ പോലും സത്താറിനെ അവരത്ര ആ രീതിയിൽ ചതിക്കുമെന്നുള്ളത് സത്താർ പോലും ഒരിക്കലും കരുതിയില്ല. അവരുടെ ആ ഒരു കള്ളച്ചിരിയും സംസാരവും എല്ലാം കണ്ടപ്പോൾ സത്താറും അതിൽ ശരിക്കും അങ്ങ് മതിമറന്നു പോയിരുന്നു. പക്ഷേ സത്താറിന് ഇത്രയും വലിയ തിരിച്ചടി അവരിൽ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവർ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എന്നത് മാത്രമല്ല, അവന് ഇത്ര വലിയ ഒരു കേസ് കൊടുക്കും അതും കരുതിയില്ല. സത്താറിന് ആ രാത്രി വല്ലാത്ത ടെൻഷൻ. എന്നാൽ ഹോസ്പിറ്റലിലാണ് ഉസ്താദും നമ്മുടെ ഷമ്മാസ് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പോയിക്കോളി, ഇനിയിപ്പോൾ നോമ്പുകാലൊക്കെ അല്ലേ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ എല്ലാത്തിനൊക്കെ ഉണ്ടാവല്ലോ, പോയിക്കോളി നിങ്ങൾ. ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ പള്ളിയിൽ തൽക്കാലം എനിക്ക് ഇദ്ദേഹത്തെ വിട്ടു പോരാൻ കഴിയില്ല. എന്നാൽ സത്താറിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. സത്താർ എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിന് ഷമ്മാസ് പറയുന്നു, ഷമ്മാസ് എന്നോട് പൊറുക്കണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ്, ദോഷിയാണ്, എന്നോട് പൊറുക്കണം. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, സത്താർ അതെന്നോടല്ല പറയേണ്ടത്, പടച്ച റബ്ബുണ്ട്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അള്ളാഹുവിനോടത് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു അത് പുറത്തു തരുമെന്ന് നിങ്ങൾക്കറിയുന്നതല്ലേ. എന്നോട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്ത് പറയാനാ, നിങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞോളൂ. സത്താർ, അതെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീട്ടിൽ സുരക്ഷിതരായിരിക്കും. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ സത്താർ, അതെ, എനിക്ക് നാളെ മുതൽ കേസിന് പോകണം. എനിക്ക് നാളെ എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ അവരുടെ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കേസുകളും എനിക്കെതിരെ FIR ചെയ്തിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. അവരുടെ നിർബന്ധത്തിന് വഴിയാണ് ഞാൻ സൗദയുമായുള്ള വിവാഹത്തിന് തന്നെ നിന്നത്. അതെ, അവരത്രക്കും പറഞ്ഞത് കൊണ്ട് മാത്രം. ശരിയാണ്, ആദ്യം ഞാൻ സൗദിയെ ആഗ്രഹിച്ചിരുന്നു വിവാഹത്തിന് മുമ്പ്. പക്ഷേ പിന്നീട് കുഞ്ഞിക്കജ തന്നെ വിളിച്ചു വരുത്തിയതാണ് ഇപ്രാവശ്യം. പുത്തൻ വീട് തറവാടിനോടുള്ള പക തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഒരിക്കൽ പോലും ഞാനിപ്പോൾ അത് ആഗ്രഹിച്ചതായിരുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ നല്ല സുഖസുന്ദരമായി ജീവിക്കുവാൻ വേണ്ടി വിചാരിച്ചു തന്നെയായിരുന്നു. പക്ഷെ അവരായിട്ട് തന്നെയാണ് എന്നെ ചതിച്ചത്. ഇപ്പോഴെന്നത് എനിക്കെതിരെ കേസും കൊടുത്തിരിക്കുന്നു. എന്നാൽ ഷമ്മാസ് നിശബ്ദമായി നിന്നു. സത്താർ, എന്ത് ചെയ്യുമ്പോഴും ആലോചിക്കണം, 2 വട്ടമെങ്കിലും ആലോചിക്കണം. ഞാനിത് ചെയ്യുന്നത് നല്ലതിനാണോ, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും. എന്താ ഏതോ ഭർത്താവുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാതെ നീ അത് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഷമ്മാസ് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ സമയം അബൂബക്കറിൻ്റെ കൂടെ അതെ, മക്കളെ കാണണം എന്ന് പറയുന്നുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഒരു പക്ഷേ മനുഷ്യൻ്റെ കാര്യമല്ലേ, ഇതിന് കൂടുതൽ സമയം ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത്രക്കും കണ്ടില്ലേ, BP ആണെങ്കിൽ ലോ, അതുപോലെ ഷുഗറൊക്കെ നോർമലിന് താഴെ ലോ ആയി കിടക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ല, ആ ഒരു ആരോമാർക്ക് തന്നെ നോക്കൂ, അത്യധികം അത്യാസന്ന നില എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആയിട്ടില്ല എങ്കിലും. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം, സത്താർ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സത്താറിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ താറുമായി പോകുന്നു. സത്താറിൻ്റെ വീട് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ എത്തി. ബെല്ലടിച്ചു.
ഉമ്മ, ഉപ്പച്ചി. മക്കൾ ഓടിയെത്തുന്നു. അല്ല, ഇവർ വന്നോ? എന്നാൽ സന്തോഷത്തോടു കൂടി സത്താറിൻ്റെ ഭാര്യ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ പെട്ടെന്ന് അതാ ഷമ്മാസിൻ്റെ മുഖമാണ് കണ്ടത്. ആ ആ ഇത് ഞാൻ. അല്ലോ, ആരിത്? കയറിയിരിക്കി. നിങ്ങൾ ഉപ്പച്ചിയല്ല മക്കളെ. മക്കളെ, എന്നാൽ ആ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ കുറച്ച് സ്വീറ്റ്സ് പോകുന്ന വഴിയിൽ തന്നെ അവൻ വാങ്ങിയിരുന്നു. മക്കൾ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും എന്നുള്ള രീതിയിൽ ആ മക്കളത് സന്തോഷത്തോടെ വാങ്ങി. എന്നാൽ കൂട്ടത്തിൽ അതാ നമ്മുടെ ഹഫ്സയുടെ മക്കളും വന്നിരിക്കുന്നു. എന്നാൽ ഹഫ്സ അവരൊന്ന് അവർ നിസ്കരിച്ചിരിക്കുകയായിരുന്നു. അതെ, ഹഫ്സ മോളെ വിളിക്കുന്നു. ആര്? ഷമ്മാസാണ്, പുത്തൻ വീട് തറവാട്ടിലെ. ആ ഇത്താ, പിന്നെ നിങ്ങൾ മക്കളും കൂട്ടിയൊന്ന് വരിട്ടോ. എന്തേ ഷാമോനെ? ഒന്നുമല്ല, അത് ഇക്കയ്ക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇക്ക എവിടെ? ഇക്ക എങ്ങോട്ടോ ഫംഗ്ഷന് പോയതെന്നാണല്ലോ സത്താർക്ക് പറഞ്ഞത്. ആ അതെ, അത് അവർ കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. പഠിച്ചോനെ, എന്ത് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ അള്ളാഹുവിനെ ഭയമുള്ള സ്ത്രീയല്ലേ, അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പെട്ടെന്ന് തന്നെ മക്കളെയും എടുത്തുകൊണ്ട് അതാ ഹഫ്സ അതാ കരഞ്ഞുകൊണ്ട് ഷമ്മാസിൻ്റെ വണ്ടിയിൽ കയറുന്നു. മോനെ, ഷാമോനെ, എന്തിട്ട് ഇക്കാക്ക് ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങളെ കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സുരക്ഷിതമാണോ എന്നറിയാനാണോ എന്തോ എനിക്കറിയില്ല, അവരെ കാണണം കാണണം തന്നെയാണ് പറഞ്ഞത്. എന്നാൽ വളരെയധികം ദയനീയമായി സത്താറിൻ്റെ ഭാര്യയും മക്കളും നോക്കുന്നത് കണ്ടപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഇത്ത നിങ്ങൾ പോരണോ? ഹോസ്പിറ്റലിലേക്കാണ്, അവരെ ഹസ്ബൻഡിന് കുറച്ചൊരു വയ്യായ്കയുണ്ട്, അതുകൊണ്ടാണ്. അല്ലാ, സത്താർക്ക് മോനെ അവിടെ ഉണ്ടോ? ആ അവിടെ ഉണ്ട്, എന്നാൽ ഞങ്ങളും വരാം. മക്കളും ഉപ്പച്ചിയെ കാണണമെന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെയതാ സത്താറിൻ്റെ 3 മക്കളും ഭാര്യയും അവർ എല്ലാവരും ആ താറിൽ കയറി. എന്നാൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു അവർക്കെല്ലാം. നേരെ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് അതാ ഷമ്മാസ് ആ താറുമായി പോകുന്നു. അവരെയെല്ലാം ആ ഒരു കേഷ്വാലിറ്റിക്ക് മുൻപിൽ നിർത്തിക്കൊണ്ട് വാഹനം തിരിച്ചു. അങ്ങനെയതാ അപ്പോഴേക്കും ഷമ്മാസ് ഓടിയെത്തി. ICUവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും കൂടി ചെല്ലുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, എങ്ങോട്ടാ എല്ലാവരും കൂടി ജാതിയായിട്ട്? ICUവിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഒരാൾക്ക് മാത്രം, അതും സേഫ്റ്റിയോട് കൂടി. അപ്പോൾ ഷമ്മാസ് പറഞ്ഞു, സിസ്റ്ററെ, ആ കിടക്കുന്നത് ഈ മക്കളുടെ പിതാവാണ്, അവർക്ക് എന്ത് സേഫ്റ്റി അപ്പോൾ? ഞങ്ങളുടെ പിതാവിനെ, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ എന്താ ആ മക്കൾക്ക് അപ്പോഴും സേഫ്റ്റി വേണോ? ഒന്ന് കണ്ടോട്ടെ, അവസാന ആഗ്രഹമാണെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ സോറി എന്ന് പറഞ്ഞ് അങ്ങനെ മിണ്ടാതെ നിന്നു. എന്നാൽ ഹഫ്സക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. മോനെ, ഷാമോനെ, എൻ്റെ ഇക്ക. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അത് നിങ്ങളെ കാണാത്ത ടെൻഷൻ. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എവിടെയുള്ള ടെൻഷന് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളെ കണ്ട ഒക്കെ ആവും. എനിക്ക് 100% വിശ്വാസമാണ്. അള്ളാഹു ഉണ്ടല്ലോ വലിയവൻ. അങ്ങനെ അതാ ICUവിൻ്റെ മുമ്പിലേക്ക് ആദ്യം അതാ അവൾ കയറുന്നു. ഹഫ്സ, ഇക്ക അസ്സലാമു അലൈക്കും. അതെ, ആ പിതാവ് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. ഗ്ലൂക്കോസൊക്കെ ഇട്ടിട്ടുണ്ട്. ICUവിൽ ഓരോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇക്ക പതുക്കെ ആ കണ്ണുകൾ തടഞ്ഞു. മോളെ ഹഫ്സ, എവിടെ ഉണ്ട് കുട്ടി? ഇക്ക, ഞാനിവിടെയുണ്ട്, നമ്മളെ മക്കളും ഉണ്ട്. എൻ്റെ പെണ്ണെ, ഇത് സുരക്ഷിതാണോ? അന്നെ ആരെയും എന്തേലും ചെയ്തടി? എൻ്റെ കുട്ടീനെ ആരെ രക്ഷിച്ചത്? ഇക്ക, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ, ഞങ്ങൾ സുരക്ഷിതമാണിക്ക. അതെ, ആ സത്താർക്ക് വന്ന് ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, ശരിയാണ്, പക്ഷെ ബുദ്ധിമുട്ടായില്ല. അപ്പോഴേക്കും സത്താർക്ക് എന്നെ മക്കളെയും കൊണ്ട് അവരുടെ വീട്ടിലെത്തി. അല്ലാ, അൽഹംദുലില്ലാ. എൻ്റെ മക്കളൊന്ന് വിളിച്ചാണി. അപ്പോഴേക്കും അതാ മക്കളും അങ്ങോട്ട് വന്നു. അത് ശരിക്കും ആ പിതാവ് നിറകണ്ണുകളോടെ മക്കളെ നോക്ക്. മക്കളെ, നിങ്ങൾ നല്ല മട്ടത്തിൽ ഉമ്മാൻ്റെ ഒപ്പം ജീവിക്കണം കേട്ടോ, അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ട്. ഉപ്പ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതെ, നിങ്ങൾ ഉമ്മച്ചിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, ഉമ്മച്ചിനെ വിട്ട് കൊടുക്കും പോരുത് കേട്ടോ. നമ്മളമ്മച്ചി പാവമാണ്, നമ്മളമ്മച്ചിനെ വിട്ട് എങ്ങോട്ടും പോരുത് കേട്ടോ. നിങ്ങൾ ഓൾക്കാരുമില്ല. അതെ, നമ്മളമ്മച്ചിക്ക് ധൈര്യമില്ല ആരോടൊന്നും പറയാനെന്തിനൊന്നും, പാവാണ്, ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് നല്ലോണം അമ്മച്ചിൻ്റെ ഒപ്പം നിന്ന് നോക്കണം കേട്ടോ. ശരിക്കും ആ പിതാവിൻ്റെ ആ വാക്കുകൾ കേട്ട
ഹഫ്സയും കരഞ്ഞു പോയി. ഇക്ക, നിങ്ങൾ എന്ത് പറയുന്നത്? ഇക്ക, നിങ്ങളില്ലാതെ ഞാനും മക്കളും ഇല്ല ഇക്ക, എനിക്ക് കഴിയില്ല. നിങ്ങളില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഇക്ക. എന്തിനാണ് ഞങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പോവല്ലേ ഇക്ക, പ്ലീസ് ഇക്ക, പ്ലീസ്. അല്ലാ റബ്ബേ, ഈ ഒരു പുണ്യമാക്കപ്പെട്ട രാവിലാണ് റഹ്മാനെ എൻ്റെ ഭർത്താവിനെ നീ കൊണ്ടുപോവല്ലല്ല. ഞങ്ങളുണ്ട് റഹ്മാനെ, ഞങ്ങൾക്ക് ആരുമില്ലല്ല. ഞങ്ങൾ ആരുടെ കൂടെ കഴിയും? പഠിച്ചോനെ, എൻ്റെ ഭർത്താവിനെ നീ കൊണ്ടുപോവല്ലേ. കുറച്ചു കാലം കൂടി മക്കൾ വലുതാവുകളെങ്കിലും ഒന്ന് കൂടെ ഉണ്ടാവണമല്ല. അവർ ആ ICUവിൽ നിന്ന് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. കണ്ണീരോടെ പടച്ചറബിനോട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അത്രക്കും വേദനാജനകമായി അവർ ദുആ ചെയ്യുന്നു. അതെ, ആ മക്കളും അവരും ഒരുമിച്ച്. പെട്ടെന്ന് സിസ്റ്റർ അങ്ങോട്ട് വന്നു. എന്താ ഇത് കഥ? എല്ലാ കുട്ടികളും മക്കളും എല്ലാവരും കൂടി ICUലോ? എന്നാൽ ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു, വേണ്ട, അവരെ ആട്ടി അകറ്റണ്ട. ഒരു പക്ഷേ ആ ഒരു പ്രാർത്ഥനയായിരിക്കും അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകാനുള്ള മരുന്ന്. നമ്മൾ എത്ര തന്നെ മെഡിസിൻസ് കയറ്റിയാലും എത്ര വെച്ചാലും എത്ര ആധുനിക ശാസ്ത്രം വരെ തോറ്റുപോകുന്നൊരു സംഭവമുണ്ട്. അതെ, അതാണ് പ്രാർത്ഥന. അത് വളരെയധികം പവറുള്ള പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. വേണ്ട, അവർ പ്രാർത്ഥിക്കട്ടെ, അവർ പടച്ചവനോട് പറയട്ടെ. ആ മക്കൾ ആ പിതാവിനെ കണ്ണിറിയെ കാണട്ടെ. ആ മക്കളെ കണ്ട പിതാവിൻ്റെ ഹൃദയം ഒന്ന് തുടിക്കട്ടെ. അതുവരെ നിങ്ങൾ ദയവായി അവരൊന്നും പറയണ്ട. അതെ, ഡോക്ടറുടെ ആ നിർദ്ദേശം കേട്ടപ്പോൾ സിസ്റ്റർമാർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. കാരണം ഒരു പക്ഷേ മനുഷ്യങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ഒരു ഭാഷ മനസ്സിലാകും. അതെ, ആ ഹൃദയം ഈ ഹൃദയത്തിലേക്ക് തുടിക്കും. തൻ്റെ മക്കളുടെ പിഞ്ചു ഹൃദയങ്ങൾ, അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉരുകുന്ന ഹൃദയം എല്ലാം കൂടി അങ്ങ് കൂടിച്ചേരുമ്പോൾ ആ പ്രാർത്ഥന കൂടി ഫലവത്തായാൽ ഒരു പക്ഷേ അബൂബക്കർ രക്ഷപ്പെടും, വിധിയുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഹൃദയം പൊട്ടിക്കരയുകയാണ് നമ്മുടെ ഹഫ്സത്ത്. അല്ലാഹുവേ, പടച്ചോനെ, നീ ഞങ്ങളത് പരീക്ഷിക്കല്ല. ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. അവർ ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ഈ കരങ്ങളിലാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം. റഹ്മാനെ, ഈ കരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ സുരക്ഷിതരാക്കാൻ ആരുമില്ല അല്ലാ. അതുകൊണ്ട് കൊണ്ടുപോകല്ലേ അല്ലാ. ആ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ, എന്തായിരിക്കും അബൂബക്കറിൻ്റെ സ്ഥിതിഗതികൾ? എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകുമോ? ആ പിഞ്ചുമക്കളുടെയും അവളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് അതെ, ആ മക്കൾ അനാഥമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.